ചെന്നിത്തല, ഞാൻ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അങ്ങ് ഞങ്ങളോടൊപ്പം ചേർന്നതിലുള്ള നന്ദി കൂടി പറയുന്നു. നേരത്തെ മന്ത്രി എം പി രാജേഷ് നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിലുണ്ടായിരുന്നു. എം പി രാജേഷ് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ അങ്ങയിൽ നിന്ന് തേടുന്നത്. പ്രളയകാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ, കേന്ദ്ര നയം ഇങ്ങനെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നു എങ്കിൽ നാഷണൽ ഹൈവേ അടക്കമുള്ള വികസനങ്ങൾ ഇവിടെ പൂർത്തിയാകുമായിരുന്നോ? ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന് കേരളം ആഗ്രഹിക്കില്ല, അതുകൊണ്ട് UDF വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ അവകാശവാദം. മറുപടി: കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തെ തകർത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള മോചനമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എം പി രാജേഷ് ഒരു കാര്യം പറയണം. ഇവിടെ പ്രളയം എങ്ങനെ ഉണ്ടായി? നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ എല്ലാ ഡാമുകളും ഒരുപോലെ തുറന്നു വിട്ടപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ പ്രളയം അനുഭവിച്ചത്. അതിനെതിരെ ഞാൻ കോടതിയിൽ പോരാടി അമിക്കസ് ക്യൂറിയെ വെച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് രാജേഷ് ഒന്ന് വായിക്കണം. നിങ്ങൾ ഒരു മര്യാദയുമില്ലാതെ, മുന്നറിയിപ്പില്ലാതെ എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ ദുരന്തമാണ് കേരള ജനത അനുഭവിച്ചത്. ഹൈവേ നിർമ്മാണത്തെ നിങ്ങളല്ലേ തടസ്സപ്പെടുത്തിയത്? നിങ്ങളല്ലേ ഭൂമിയിലെ ബോംബാണെന്ന് പറഞ്ഞുകൊണ്ട്, ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത് നിങ്ങളല്ലേ ഈ നാടിന്റെ വികസനം മുഴുവൻ തകർത്തവർ. ഇവിടെ ട്രാക്ടർ വന്നപ്പോൾ നിങ്ങൾ ട്രാക്ടർ കത്തിച്ചു. കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറെ തകർത്തു. നിങ്ങൾ ഇവിടെ കൊച്ചി വിമാനത്താവളം വന്നപ്പോൾ ഓവർ മൈ ഡെഡ് ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തു. നിങ്ങളല്ലേ ഈ നാടിനെ കാലം ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ തകർക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ ജനങ്ങളെ നേരിടാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ആത്മവിശ്വാസം. എന്ത് വികസനമാണ് ചെയ്തത്? 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് വൻകിട വികസന പരിപാടി ആവിഷ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു? കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, മിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം UDF സംഭാവനയാണ്. ഈ 10 വർഷത്തിനിടയിൽ ഏത് വൻകിട വികസന പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു? ഒന്നും പറയാനില്ല. വെറുതെ വാചക കസർത്ത് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ കേരളം മുഴുവൻ തറക്കല്ലിട്ടു, ഞങ്ങൾ അതിന്മേൽ കല്ലോട് കല്ല് ചേർത്ത് വെച്ച് പണിതുയർത്തി എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. നിങ്ങളൊക്കെ പറഞ്ഞോ, ഞാൻ പറയുന്നില്ല. അല്ലല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്. സമയം ചുരുക്കമായതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങ് പറയൂ. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാൻ അനുവദിക്കൂ. പറയൂ. ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറയാനുള്ള പറഞ്ഞോണ്ടിരിക്കുക എപ്പോഴും. എം പി രാജേഷ് പറയുന്നല്ലേ നിങ്ങളുടെ അഭിപ്രായമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കുക. അങ്ങ് പറയൂ. കേരളത്തിൽ 10 വർഷമായിട്ട് എന്ത് വികസനമാണ് ഉണ്ടായത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വികസന പദ്ധതി കൊണ്ടുവന്നോ? ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണോ? രാജാക്കന്മാരുടെ കാലത്ത്, മിഷണറിയുടെ കാലത്ത് ഇവിടെ സ്കൂൾ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. UDF കാലത്ത് സ്കൂൾ കെട്ടിടം പണിഞ്ഞിട്ടില്ലേ? കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന്, ചെറുപ്പക്കാരിന്ന് വിദേശത്ത് പോയി പഠിക്കുകയാണ്. കേരളം ഒരു വൃദ്ധസദനമായി മാറുകയാണ്. ആരാണ് ഉത്തരവാദി? കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല, രജിസ്ട്രാർമാരില്ല, പരീക്ഷ നടത്താൻ ആളില്ല. കേരളത്തിലെ സർവകലാശാലകളെ തകർത്ത് തരിപ്പണമാക്കി. ഇവിടുന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരവിടെ താമസിക്കുന്നു, അവിടെ പഠിക്കുന്നു. ആഗോള നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പദ്ധതി ഇട്ടപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത TP ശ്രീനിവാസനെ അടിച്ചവരാണിവർ. 10 വർഷം കഴിഞ്ഞാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി അവർ ആലോചിച്ചത്. ഇപ്പോഴും ആ ബില്ല് പാസ്സാക്കിയിട്ട് ഒപ്പിടാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? ഗ്രാമീണ റോഡുകൾ നോക്കുക. ഏതെങ്കിലും ഒരു ഗ്രാമീണ റോഡിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഇവിടെ വന്നത്? ഇവിടെ എന്ത് നിക്ഷേപമാണ് വന്നത്? കേരളത്തിൽ ആകെ 300 കോടി രൂപയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതുകൊണ്ട് കേരളം പോകുമോ? കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളെ നോക്കുക. വിദേശ മൂലധന നിക്ഷേപം, സ്വകാര്യ മൂലധന നിക്ഷേപം, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ആ നാടുകളൊക്കെ വൻപിച്ച പുരോഗതി നേടുമ്പോൾ, ആ സംസ്ഥാനങ്ങൾ വൻപിച്ച പുരോഗതി നേടുമ്പോൾ ഒന്നും ചെയ്യാതെ പ്രചരണങ്ങൾ മാത്രമാണ്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. ഏകാധിപത്യ ഭരണത്തിൽ നിന്ന്
കേരളത്തെ മോചിപ്പിക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന, ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങ് പരിഭവിക്കരുത് കേട്ടോ. ഈ ചർച്ചയുടെ അങ്ങേക്കും അറിയാവുന്ന ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങേലേക്ക് വരാൻ വൈകിയത്. കൂടുതൽ കാര്യങ്ങൾ മറുപടി പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഇടയ്ക്കൊന്ന് ഇടപെട്ടത്. അങ്ങ് ക്ഷമിക്കണം, അങ്ങ് മുതിർന്ന നേതാവുമാണ്, ഞാനത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. Debate with Madhu Saji.